ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിന് ചായ ഉണ്ട്. പറയട്ടെ, പണ്ടത്തെ ഒരു ഹീറോയിൻ സുമലത ഇല്ലേ, ലാൽ സാറിനോടൊക്കെ അഭിനയിച്ചില്ലേ, ചില വ്യൂവിലില്ലേ അഖിലെ കണ്ട ശ്യാമേ? സത്യം മാത്രം പറയൂ, എനിക്ക് തോന്നിയത് പൊട്ടത്തരാണെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് പേര് പറയാറുണ്ട് ഉണ്ട് ഭയങ്കര ചായ ഉണ്ട്, അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. അത്രയല്ല, പക്ഷെ ഈ ലുക്ക് അപ്പൊ പിന്നെ ഇച്ചിരി അഭിനയിക്കാൻ നോക്കിയൂടെ. ഷി വാസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. പിന്നെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു എന്തൊരു സുന്ദരിയാന്നൊക്കെ തോന്നുന്ന ശരിക്കും അഭിനയിക്കാൻ ചാൻസ് വന്ന പോവാ? ചാൻസ് വന്നിട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാൻ ആരും വിളിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനാണ് എപ്പോഴും. ചിലപ്പോ ലക്കായിട്ട് താൻ അഭിനയിക്കുന്ന പടത്തിലെല്ലാം താൻ പാടേണ്ടി വന്നാൽ നടക്കും. എന്നാ പിന്നെ അത് നോക്കാം. ശ്യാം അഖിലെ നോക്കണ്ട, അഖിലെ എന്റെ അടുത്ത് പറയൂ. ആക്ടിങ് ഇഷ്ടം? കുഴപ്പമില്ല. ഒരു വിഷമത്തോടെ പറയുന്നത് ശ്യാമ. എനിക്ക് ആക്ച്വലി ആക്ടിങ് വലിയ ഇഷ്ടമല്ല, പാട്ടാണ് ഇഷ്ടം. അല്ല ചേച്ചി, ഇന്നത്തെ കാലത്ത് അഭിനയം ഇപ്പൊ ഇവിടെ ഒന്ന് വഴക്കൂടും. അല്ല ഇപ്പൊ മുമ്പൊക്കെ ഇങ്ങനെ പലരും വിളിച്ച സമയത്തൊക്കെ വേണ്ട നമുക്ക് പാട്ട് പോരെ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് ആള്. ഡിഗ്രിക്ക് കണ്ടപ്പോ അഖില എങ്ങനെ കണ്ടതാ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേ. ഈ കോളേജ് പ്രേമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ MG കോളേജിൽ നിന്നാണ് വന്നത്. അപ്പോൾ അവിടെ അത്രയ്ക്ക് ഇങ്ങനെ പ്രേമിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഫുൾ ടൈം കോളേജ് പ്രേമിക്കാൻ പറ്റിയ സ്ഥലം പ്രീ ഡിഗ്രിക്ക് MG കോളേജ് ആരെങ്കിലും മൈൻഡ് അപ്പൊ ഫുൾ ടൈം ക്രിക്കറ്റ് കളിയും സിനിമ അങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ടാൻഡത്തിൽ വന്നപ്പോ ഉദ്ദേശം തന്നെ ടാൻഡം കുറച്ച് പോഷായിരുന്നു, പ്രേമിക്കുക, നല്ല രീതിക്ക് ഇറങ്ങുക. അപ്പൊ അങ്ങനെ വന്നു. അപ്പം ക്ലാസ്സിൽ വന്നപ്പോ തന്നെ അടുത്തിരുന്ന് രണ്ടുമൂന്ന് പറഞ്ഞു, ഏഷ്യാനെറ്റിലൊക്കെ എന്തോ പാട്ടൊക്കെ പാടുന്ന കുട്ടിയാണ്. അപ്പൊ പിന്നെ ലവ് വന്നപ്പോഴാ കുറച്ച് ഗ്രാജുവലി പിന്നെ ഞാൻ ദൂരെയായിരുന്നു. പിന്നെ അടുത്ത് ബാക്കിൽ അങ്ങനെയൊക്കെ കറങ്ങി നാളം കിട്ടിയാ പ്ലീസ് വേണ്ടോ. പിന്നെ നാച്ചുറൽ ശ്യാം തന്നെയാ. ആദ്യം കൊറേ കറങ്ങി ഇങ്ങനെ, ഒരു രക്ഷയില്ല, എല്ലാ സ്ഥലത്തും കൊണ്ടുവിടും. ഞാൻ ഏത് ബസ് കയറിയാലും അല്ലേ, ഞാൻ ടിക്കറ്റ് എടുക്കുമായിരുന്നു. എന്റെ കൈ കാച്ചില്ല. ഇതൊക്കെ ഞാൻ ശരിക്കും സിനിമയിലാട്ടോ ശരിക്കും ഇങ്ങനെ കണ്ടേക്കുന്നത്. എന്റെ കയ്യിൽ കാശില്ലെങ്കിലും മൗക്കൂന്റെ ടിക്കറ്റ് ഒക്കെ ഇംപ്രസ് ചെയ്യാ അല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ദിവസം എത്ര ടിക്കറ്റ് എടുക്കും ബസ്സിൽ? അങ്ങനെ എടുത്തിട്ടുണ്ടോ? കാര്യം മാത്രമേ ചോദിച്ചോളൂ. അല്ല അഥവാ അഖില വണ്ടി കയറിയില്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത സന്ദർഭം. ഓക്കെ, എന്നിട്ട് ചെന്നിട്ട് എന്താ അഖിലോട് പറഞ്ഞ എനിക്കിഷ്ടാ കല്യാണം കഴിക്കാൻ ഇഷ്ടന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണമല്ല ഇഷ്ടമാണെന്ന് പറയണല്ലോ. പിന്നെ ഗ്രാജുവലി നമ്മൾ അടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ അത് ഗ്രാജുവലി ഡെവലപ്പ്. ഓക്കെ, അപ്പൊ ശ്യാം അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തെ എപ്പോ ശ്യാമിനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്? വലിയ ഡിമാൻഡ് ഇട്ട് പറയുന്നത് സത്യമേ പറയാവുള്ളൂ. ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഒരു അലമ്പ്, അങ്ങനെ ഇംപ്രസ്ഡ് ലുക്ക് അല്ല. ഇത് എന്താണ് ഒരു മൊത്തത്തിലൊരു ബഹളമാണ് ക്ലാസ്സില്. കുറച്ച് പേര് അവര് ഒരു കാര്യം ചോദിക്കാം, പ്രേമിച്ചു ഭയങ്കര അലമ്പാന്ന് പറഞ്ഞേ, ഭർത്താവായി കുടുംബനാഥനൊക്കെ ആയ പിന്നെ അലമ്പുണ്ടോ? അലമ്പ് സീരിയസ് അല്ല കേട്ടോ. ഞാൻ ചോദിച്ച സീരിയസ് ചോദ്യവാ. അങ്ങനെ അലമ്പല്ല. ഇപ്പോഴും സീരിയസ് ആയിട്ട് ഒരു കാര്യവും സംസാരിക്കാൻ കൊള്ളില്ല. കുടുംബകാര്യമൊന്നും പറയാൻ കൊള്ളില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തന്നെ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അത് മറന്നിട്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും, അത് വാങ്ങിച്ചാലല്ലേ നമ്മുടെ ആവശ്യം നടക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അടുത്തത് അങ്ങനെ വാങ്ങിച്ചോണ്ട് വരല്ലോ. അതിനിപ്പോ ഇത്രയും ഒരു 5 കാര്യം പറഞ്ഞാൽ ഒരു 3 കാര്യം മേടിക്കും. 2 കാര്യം അല്ല, അപ്പൊ ഫോൺ വല്ലതും വന്നാൽ അതുകൂടി ഫോണാ അവരുടെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇനി ഏതാ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്ന മോളെ?
ഇപ്പം റീസെൻ്റ്ലി സിനിമകളൊന്നും പാടിയിട്ടില്ല, പക്ഷേ അല്ലാതെ ആൽബം സോങ്സ് പാടുന്നു, ഡിവോഷണൽ റെക്കോർഡിങ്സ് ഉണ്ട്, പിന്നെ ഷോസ് ഉണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. ആങ്കറിങ് പോകുന്നില്ല ഇപ്പം? ഇപ്പോൾ ഞാനിപ്പം മ്യൂസിക് ഷോസൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ചെയ്യും, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഒത്തുവരികയാണെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യും, മാത്രമേ ഉള്ളൂ. അതിനായിട്ട് അങ്ങനെ നോക്കുന്നില്ല. മോളെ ഇത് മലയാളത്തിലല്ലാതെ നമ്മൾ തമിഴിലോ തെലുങ്കിലൊക്കെ പാടിയിട്ടുണ്ട്? ഞാൻ തമിഴിൽ പാടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളൊന്നും പാടിയിട്ടില്ല. ഇപ്പോൾ ഒരെണ്ണം പാടിയിട്ടുണ്ട്, അതിന് അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നേ. ഏത് പടത്തിലാ? ആ സിനിമയുടെ പേരൊന്നും ആയിട്ടില്ല, ജസ്റ്റ് റെക്കോർഡ് ചെയ്തു, അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നു. ഇത് ഒക്കെ ഇല്ലായിരുന്നു എന്ന് വെച്ചോ, ആങ്കറിങ് ഇല്ല, പാട്ടില്ല, ഒന്നുമില്ലെങ്കിൽ എന്താവാനായിരുന്നു ഇഷ്ടം? അയ്യോ അങ്ങനെ അങ്ങനെ ടീച്ചർ ആവുമായിരുന്നല്ലേ? അയ്യോ വീട്ടില് എല്ലാരും ടീച്ചിങ് പ്രൊഫഷൻ, അച്ഛനും പിന്നെ എനിക്കൊരു ചേച്ചി ഉള്ളത്, ചേച്ചി ടീച്ചറാണ്. അതുകൊണ്ട് അഖിലം അത് നോക്കുന്നുണ്ടോ? അല്ലല്ലോ. അല്ല, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ വല്ലതും ആയിരിക്കാം ചിലപ്പോ ജോലി. ശ്യാമിന്റെ വീട്ടിലായിരിക്കും ഒരാളേ ഉള്ളൂ? സിബ്ലിങ്സ്? ട്വിൻ ബ്രദർ ആണ്. ട്വിൻ ബ്രദർ, ഓക്കെ. ഭയങ്കര പിന്നെ അത് ട്വിൻസ്. ഓ ഓക്കെ. എന്താ ചെയ്യാ അദ്ദേഹം? എന്താ ചെയ്യാ? പുള്ളി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ചിലാണ്, മാരീഡ് ആണ്, കുട്ടിയുണ്ട്. ഇതില് മൂത്ത ആളെയൊന്നും ചോദിക്കാൻ ഒക്കെയല്ലേ? എനിക്കൊന്ന് പ്രേമ 1 മിനിറ്റ്. മറ്റേ ആളുടെ പേര് ശ്യാം. ശ്യാം രണ്ടാമതോ? ശ്യാമാണ് ഇളയാള്. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കും അല്ലേ? ഒരു മിനിറ്റ് അമ്മ പറഞ്ഞല്ലേ? ഓക്കെ. വീട്ടിൽ തല ഉണ്ടാക്കുമോ നിങ്ങള്? തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇല്ല, ഇപ്പം കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ടപ്പോ നിങ്ങൾ മെച്ചോടെ? ഇപ്പൊ ഇല്ല.